എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റുമായി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. പുതുതായിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നുള്ള ആ ഒരു കോളേജിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 45 സീറ്റാണ് നിലവിൽ ആ ഒരു കോളേജിൽ ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 26-ാം തീയതി, അതായത് നവംബർ 26-ാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഈ ഒരു 27-ാം തീയതിയുള്ള ആ ഒരു NOC ആണ്, അതായത് 27-ാം തീയതി രേഖപ്പെടുത്തിയുള്ള ആ ഒരു NOC ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ചില കോളേജിൽ വിദ്യാർത്ഥികൾക്ക് NOC നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ NOC ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ NOC തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുക. താല്പര്യമില്ലാത്ത കോളേജോ കോഴ്സോ ഓപ്ഷൻസായിട്ട് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജിന് INC അപ്രൂവ്ഡ് ആണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ INC അപ്രൂവ്ഡ് അല്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ആ ഒരു കോളേജ് ലിസ്റ്റിൽ ഈ ഒരു കോളേജ് ജസ്റ്റ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഡൗൺലോഡ്, അതായത് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഈ ഒരു കോളേജ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC ആവശ്യമാണ്. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രം ഇതിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അലോട്ട്മെൻറ്റ് ഇന്നാണ് ഈ ഒരു ഓപ്ഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് 27-ാം തീയതി, അതായത് നവംബർ 27-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം നവംബർ 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ കോളേജ് റിപ്പോർട്ടിങ്ങിനുള്ള തീയതി നീട്ടി നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട്, നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് 28-ാം തീയതി, അതായത് മറ്റന്നാളിനുള്ളിൽ വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താല്പര്യമുള്ള കോളേജ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക്, അതുപോലെ കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഗവൺമെൻറ് കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കോളേജിലുള്ള ഫീസും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 24,150 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഫീസ് വരുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏകദേശം 25,000 രൂപ വരും. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഏകദേശം 81,000 രൂപയും അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടക്കണം. കാരണം എല്ലാ കോളേജും അഡ്മിഷൻ സമയത്ത് തന്നെ ഈ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിൽ ഫീസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അഡ്മിഷൻ എടുക്കാനൊക്കെയുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അന്നേ ദിവസം, അതായത് 28-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു ഫീസ് അടക്കാൻ പറ്റുമെങ്കിൽ മാത്രം സെൽഫ് ഫിനാൻസ് കോളേജ് വെക്കുന്നതായിരിക്കും. അതായത് വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടും. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെയും അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള
കോളേജിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻ വെക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെങ്കിൽ മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.